എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നോ? സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു? എപ്പോഴും നിങ്ങൾ ഒരു റെഗുലറായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സെൽഫ് അനലൈസിസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. ആ ഒരു ട്രാക്കിലോട്ട് നിന്ന് മാറാൻ നിൽക്കുക. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ടിപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരുടെ കുഞ്ഞുങ്ങളുമൊത്തുള്ള പഠനം എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു മിഷനായിട്ട് തന്നെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അമ്മമാർ രണ്ടും ഒരേ പ്രയോറിറ്റിയാണ്. ഒരേ സമയത്താണ് നമ്മുടെ ഗ്രോത്തും കരിയറും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും നമ്മുടെ കരിയറും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഒരുപോലെ ഒരേ ടൈമിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുത്തതിൽ കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ആവട്ടെ എന്ന് പറയുമ്പോൾ അത് വേറൊരു ടൈമാണ്, നമുക്ക് കിട്ടുന്ന വേറൊരു ചലഞ്ചാണത്. ഈ ഒരു ടൈമാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ശരിക്കും ഇത് നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ ഒരുപോലെ തന്നെ പഠനവും നമുക്ക് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ ഉറങ്ങുന്ന ടൈമിലൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അവർ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് ഫോണിൽ ക്ലാസ്സുകൾ കേൾക്കാം, പിന്നെ ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. കാര്യം അവർ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഈ നോട്ട്സ് കയ്യിലുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സായിട്ട് ചെറിയ ചെറിയ പേപ്പർ കട്ടിങ്സ് കൊടുക്കുക. നമുക്ക് കയ്യിൽ വെച്ചിരുന്ന അവർ ഉണർന്നിരിക്കുന്ന സമയത്ത്, അവർ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വായിക്കുകയൊക്കെ ചെയ്യാം. കാരണം മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള സിനോണിംസ്, ആൻ്റണിംസ്, പര്യാപദങ്ങൾ 5 ആയാലും മതി. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. അപ്പം വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ അതിനോട്ട് ഇറങ്ങാത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേശ്ശെ ഓരോ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടിരിക്കുക. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എപ്പോഴും നമ്മൾ ഡിസിപ്ലിനായിട്ടിരിക്കുക ആദ്യം. കാര്യം നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ ആയാലും, നമ്മുടെ ബാത്തിങ്, നമ്മുടെ വാഷിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ അങ്ങ് ചെയ്ത് തീർത്ത് വയ്ക്കുക. പിന്നെ കുഞ്ഞുങ്ങളോട് ഇരിക്കുക, കൂടെ പഠനവും കൂടെ. അപ്പോൾ കുഞ്ഞുങ്ങളും പഠനവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുക. ബാക്കിയെല്ലാം ആദ്യമേ നമ്മുടെ ജോലികളെല്ലാം ആദ്യമേ തീർത്ത് വയ്ക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒന്നും ഞാൻ പറഞ്ഞ ടു ഡു ലിസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുക. നമുക്ക് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നാളത്തേക്കുള്ളൊരു മോട്ടിവേഷനാകും. നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പഠിച്ചാലും മതി. നമുക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരുന്നാലും നമ്മുടെ ഈ കാര്യം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ പാർട്ട്ണറിനായാലും, നമ്മുടെ ലൈഫിൽ നമ്മുടെ ബാക്കിയുള്ളവർക്കായാലും എല്ലാവർക്കും നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് അവരുടെ കൂടെ നിന്ന് അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. നമ്മുടെ ഏണിങ്സൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഡിപ്രഷൻ വന്നാൽ നമുക്കതിന് മാറ്റാവുന്നതേ ഉള്ളൂ. കാര്യം നമ്മുടെ മൂഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ പഠിത്തം, നമ്മുടെ ജോലികൾ, അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക. ബാക്കിയുള്ളവർക്ക് നമുക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള ചിന്തിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെപ്പോഴും ഐ ക്യാൻ എന്നൊരു അഫർമേഷൻ നമ്മളെപ്പോഴും സെൽഫായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ ഒരു പ്രാർത്ഥന പോലെ എപ്പോഴും അത് കയ്യിലുണ്ടാകുക. നമുക്ക് എപ്പോഴും പറ്റും, നമ്മളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം എപ്പോഴും ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഹെഡ്ഫോണോ ഇയർഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഷോർട്ട് നോട്ട്സ് കയ്യിലാക്കി ചെറിയ നോട്ട്സുകൾ കയ്യിൽ വയ്ക്കാം. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നമ്മളും ടയേർഡായിട്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം റൈറ്റിംഗ് സെക്ഷനൊക്കെ ആകുമ്പോൾ ആ ഉറക്കം അങ്ങ് പോകും. കൂടാതെ നമുക്ക് ക്ലാസ്സുകൾ കാണുകയും ചെയ്യാം. ഉറക്കം വരുവാണെങ്കിൽ മൊബൈലിൽ ക്ലാസ്സുകൾ കാണാം. മറ്റുള്ള പ്രയോറിറ്റീസ് എല്ലാം മാറ്റുക. നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ റീൽസ് ചെക്ക് ചെയ്യുക. നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ബാക്കിയെല്ലാം മാറ്റി വയ്ക്കുക. പഠിത്തവും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരേ ഒരു വേവ് ലെങ്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. രണ്ടും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം നമ്മുടെ ലൈഫും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഏജ് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചിന്തിക്കുക. നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതും എല്ലാം നമ്മൾ ചിന്തിക്കുക കേട്ടോ. നാളത്തെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹാർഡ് വർക്കിന് എപ്പോഴും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളെപ്പോഴും പ്രാക്ടിക്കലാവുക. നമ്മുടെ കുഞ്ഞു റീസൺസൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. കൂടെ പഠിത്തം മാത്രം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും ചെറിയ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നവരടുത്ത് ഷെയർ ചെയ്യുക. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതോടൊപ്പം തന്നെ പഠിത്തത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കംഫർട്ട് സോണിലൊക്കെ നമ്മൾ നോട്ട്സ് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ. നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് അവിടെയൊക്കെ ഒട്ടിച്ച് വയ്ക്കാം.
നമുക്ക് എപ്പോഴായാലും നമുക്കൊന്ന് വായിക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കളിക്കാൻ നമുക്ക് എന്തെങ്കിലും ടോയ്സൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്തായാലും നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവിടെ ഒട്ടിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അത് റിവിഷൻ ചെയ്യാം. നമ്മളെപ്പോഴും റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുക. അത് വളരെ റിവിഷനേക്കാളും വളരെ നല്ലൊരു മെത്തേഡാണ് റീകോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും റീകോൾ കൊടുത്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ പഠിച്ചു, കുറച്ച് കാര്യങ്ങളായാലും എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു ടു ഡു ലിസ്റ്റ് നമ്മൾ നാളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളോട് ഇരിക്കുക. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോണിൽ ക്ലാസ്സുകൾ കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. പിന്നെ ഇയർഫോൺ വെച്ച് നമ്മളെപ്പോഴും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുക. അവരുടെ കൂടെ ഉണ്ടായിരിക്കും, എന്നാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മളെ പഠിത്തത്തിലോട്ട് തന്നെ മാത്രമായിരിക്കും. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ലൈഫും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പഠനവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും. പിന്നെ അതിനിടയിൽ നമുക്കൊരു ഡിപ്രഷൻ്റെ കാര്യമൊന്നും വരുന്നില്ല. എല്ലാം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാവുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം കൂടുതലും സെൽഫ് മോട്ടിവേറ്റഡ് ഇരിക്കുക. എപ്പോഴും പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ പകുതി കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പഠിത്തത്തിലോട്ട് മാത്രമാകും കേട്ടോ. അപ്പം എല്ലാവരും റെഗുലറായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പം പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രയർ ചെയ്യുക. അപ്പം കീപ് ഗോയിങ്, സ്റ്റേ ഹെൽത്തി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ്.